അർജുൻ ആയങ്കിക്ക് ഒളിവിൽ കഴിയാൻ സഹായം നൽകിയ 4 പേർ മലപ്പുറത്തും അറസ്റ്റിലായിട്ടുണ്ട്. വട്ടംകുളം സ്വദേശികളായ 4 പേരാണ് അറസ്റ്റിലായത്. തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പിടികൂടിയത്. അതേസമയം എടപ്പാളിൽ ആയങ്കിയും കൂട്ടരും എത്തിയ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ജംഷീർ കൊടിഞ്ഞൂരങ്ങൾ നൽകും. ജംഷീർ, വ്യാപകമായി അർജുൻ ആയങ്കിയുടെ സുഹൃത്തുക്കളെ പരിചയമുള്ളവരൊക്കെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഈ CCTV ദൃശ്യങ്ങൾ. ഈ എടപ്പാളിൽ ആയങ്കിയും കൂട്ടരും എത്തിയത് എന്നാണ്? കഴിഞ്ഞ ദിവസമാണ് എടപ്പാളിൽ ആയങ്കി എത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ആയങ്കിയെ ഇത്തരത്തിൽ ഒരു സ്വകാര്യ ആശുപത്രിയുടെ ക്യാൻറ്റീനിൽ വെച്ച് ചായ കുടിക്കുമ്പോൾ അവരുടെ കൂടെ ഈ യുവാക്കൾ, ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള യുവാക്കളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ആയങ്കിക്ക് വേണ്ട സഹായങ്ങൾ, എടപ്പാളിൽ വേണ്ട സഹായങ്ങൾ ഈ യുവാക്കൾ ചെയ്തു നൽകി എന്നുള്ളതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസ് ഈ 4 പേരെയും കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ പോലീസ് ആയങ്കിക്കായി വ്യാപകമായ തെരച്ചിൽ നടത്തുമ്പോഴാണ് എടപ്പാളിലെത്തിയത്. തീർച്ചയായിട്ടും പോലീസ് ആയങ്കിക്ക് വേണ്ടി സംസ്ഥാനത്തുടനീളം വ്യാപകമായി തിരച്ചിൽ നടത്തുന്ന ആ സമയത്ത് തന്നെയാണ് അർജുൻ ആയങ്കി എടപ്പാളിലും എത്തിയിട്ടുള്ളതെന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ അർജുൻ ആയങ്കി എത്തിയ വിവരമറിഞ്ഞ് നേരത്തെ സോഷ്യൽ മീഡിയ വഴി പരിചയമുള്ള 4 പേരാണ് ഈ അർജുൻ ആയങ്കിയെ കാണാൻ അവിടെ വരുന്നത്. അവർക്കൊപ്പം ഇരിക്കുന്നതും അവരോട് സംസാരിക്കുന്നതും മറ്റു കാര്യങ്ങൾ, അതായത് എടപ്പാളിലെ ചില സ്ഥാപനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട് ആരെല്ലാം അയാളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുകയും അന്വേഷണ വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ അർജുൻ ആയങ്കിയുമായി ഏറ്റവും ഒടുവിൽ സംസാരിച്ച ആ യുവാക്കളെ കൂടി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതായത് അർജുൻ ആയങ്കിക്ക് എടപ്പാളിൽ നിൽക്കാനും അതോടൊപ്പം തന്നെ എടപ്പാളിലെ വിവിധ സ്ഥാപനങ്ങളെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ഈ യുവാക്കളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസിന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ ഇപ്പോൾ അർജുൻ ആയങ്കി പ്രദേശത്തില്ല. അവിടെ നിന്ന് ഇക്കാര്യങ്ങൾ, അതായത് ഇവരെ പിടികൂടാൻ പോലീസ് ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ അവിടുന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വട്ടംകുളം അണകത്ത് വളപ്പിൽ ഫൈസൽ, അതോടൊപ്പം തന്നെ അധികാരത്ത് വളപ്പിൽ അബൂബക്കർ സിദ്ദീഖ്, മുണ്ടേക്കാട്ടിൽ നൌഫൽ, പാലക്കവളപ്പിൽ അഷ്കർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വന്ന സമയം പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ മുഹമ്മദ് റാഫി എന്ന ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ യുവാക്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അർജുൻ ആയങ്കി ഒളിവിൽ കഴിഞ്ഞ എടപ്പാളിലെ സ്ഥാപനങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ അയാളെ സഹായിച്ച ആളുകളെക്കുറിച്ചും അയാളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെക്കുറിച്ചും എല്ലാം തന്നെ ആ സമയത്ത് ആരെല്ലാം എടപ്പാളിൽ ഉണ്ടായിരുന്ന സമയത്ത് അർജുൻ ആയങ്കിക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു നൽകി, ഇതെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ജംഷീർ, ഇതിപ്പോൾ ഒരു സ്ഥലത്തു നിന്നുള്ള CCTV ദൃശ്യമാണ്. കൂടുതൽ ഇടങ്ങളിലെ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യം ഏതാനും ദിവസങ്ങൾക്ക് മുൻപുള്ളതാണ്. ഇന്നലെ അർജുൻ ആയങ്കി ഈ പ്രദേശത്ത് വന്നു എന്നുള്ളത് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപുള്ളതാണ്. ഏതാണ്ട് 5-ാം തീയതിയോട് കൂടി ഉള്ള ദൃശ്യങ്ങളാണെന്നാണ് നമുക്കിപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്ന് വെച്ചാൽ അർജുൻ ആയങ്കി എടപ്പാളിൽ കുറച്ചധികം ദിവസങ്ങൾ ഉണ്ടായിരുന്നു, നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പോലീസ് അർജുൻ ആയങ്കിക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്ന ആ സമയത്ത് തന്നെ അർജുൻ ആയങ്കി എടപ്പാൾ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് മനസ്സിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എടപ്പാളിലെ ഏതെങ്കിലും ഒരു റൂം എടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒളിത്താവളത്തിൽ അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗം, ആരാണ് ഇയാളെ സഹായിച്ചിട്ടുള്ളത്, എവിടെയാണ് റൂം എടുത്തുള്ളതെന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ തന്നെയാണ് കുറച്ച് ദിവസം ഒളിവിൽ കഴിഞ്ഞത് എന്നുള്ളൊരു പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ പോലീസിനുള്ളത്. പക്ഷേ
ഇന്നലെയും ഇവിടെ ഈ അർജുൻ ആങ്കി വരികയും ഒരു വാഹനത്തിൽ നിന്ന് മറ്റൊരു വാഹനത്തിലേക്ക് മാറിക്കയറുകയും ചെയ്തു എന്നുള്ള വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ പാലിക്കര ടോളിൽ നിന്ന് അർജുൻ ആങ്കി പാസ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വന്നിരുന്നു. ഒരു പക്ഷേ അതിനുശേഷം ഈ എടപ്പാളിലേക്ക് വന്നിരിക്കാം എന്നുള്ള ഒരു നിഗമനം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാപകമായിട്ടുള്ള പരിശോധനയാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. അർജുൻ ആങ്കിയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ പോസ്റ്റ് ഇടുന്ന സമയങ്ങളിലൊക്കെ തന്നെ അയാൾ ഈ ഭാഗങ്ങളിൽ തന്നെ എടപ്പാളിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായി എന്നൊരു പ്രാഥമിക നിഗമനം ഇപ്പോൾ പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അയാളുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകളെയൊക്കെ തന്നെ ചോദ്യം ചെയ്യുകയും അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ശരി, ഞാൻ ജംഷനിലേക്ക് വരാം. സിജോ ചേരുന്നുണ്ട്. സിജോ, ഇങ്ങനെ പരസ്യമായി അവിടെ ഒരു കോഫി ഷോപ്പിൽ വരെ അർജുൻ ആങ്കി എത്തിയിരിക്കുന്നു. എടപ്പാളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പോലീസ് ഈ രീതിയിൽ തെരച്ചിൽ നടത്തുമ്പോഴാണ് ഇങ്ങനെ പൊതുസ്ഥലത്ത് അർജുൻ ആങ്കി പ്രത്യക്ഷപ്പെട്ടത് എന്നാണ്. എന്നിട്ടും പിടികൂടാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് ആഭ്യന്തര വകുപ്പിന് പോലീസിന് വലിയ നാണക്കേടല്ലേ?